ഹലോ എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, ചേച്ചി വീഡിയോസ് ഇടാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്താണെങ്കിലും കുട്ടികൾക്കായിട്ടുള്ള ഒരു സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കുള്ള സോപ്പിന്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോസ് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിവിടെ നാൽപ്പാമരാതി കേരത്തിൻ്റെ സോപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 1/2 കിലോ ബേസാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും കട്ട് ചെയ്യുന്നത് മുറിക്കുന്നതൊക്കെ കാണിച്ച് വെറുതെ എന്തിനാ സമയം കളയുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊന്നും കാണിക്കാത്ത. 1/2 കിലോ സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കട്ട് ചെയ്ത് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നാൽപ്പാമരാതി കേരം ഒരു 2.5 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ സ്പൂണിനാണ് എടുത്ത് ഞാൻ ഈ ഒരു 2.5 സ്പൂൺ ഒഴിക്കുന്നത് കേട്ടോ. ഇനി നമുക്കതിലേക്കൊരു ആൽമണ്ട് ഓയിലും ഒരു 1/2 സ്പൂണോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ആൽമണ്ട് ഓയിലോ നിങ്ങളുടെ കയ്യിൽ എന്താ ഓയിലാണ് ഉള്ളത് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിലൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, നമുക്ക് ഈ നാൽപ്പാമരാതി കേരം മാത്രം മതി. നല്ലതായിട്ട് കുട്ടികൾക്ക് ബ്രൈറ്റ്നസ് വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു സോപ്പ് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്കൊരു 5 വൈറ്റമിനിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചിടാം. പിന്നെ നമുക്ക് സ്മെല്ല് ഏതാണോ വേണ്ടത് അതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഇതിലേക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും ഇപ്പോൾ അറിയാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണത്തേ ഉള്ളൂ, സ്കിപ്പ് ചെയ്ത് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒന്നും ഇങ്ങനെ കാണിച്ചു തരാത്തത്. അപ്പോൾ ഞാനിതിൽ സീക്രട്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്മെല്ല് ആഡ് ചെയ്തത് കാണിച്ചില്ല എന്ന് തോന്നുന്നു, വീഡിയോ വിട്ടുപോയതാണ്, എഡിറ്റ് ചെയ്തപ്പോൾ എന്തോ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഞാനിതുണ്ട് ഇതുപോലെ ഈ കുറേ മോൾഡൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. മോൾഡ് അത്യാവശ്യമൊക്കെ വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ബേസ്, സ്മെല്ലുകൾ, പിന്നെ നിങ്ങളുടെ കിട്ടാത്ത ഓയിൽസുകളോ വെജിറ്റബിൾ ഗ്ലിസറിനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്ത് സാധനങ്ങളാണ് കോസ്മെറ്റിക് ആയിട്ട് ആവശ്യമുള്ള എന്ത് സാധനങ്ങളാണെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ. ഷാമ്പൂ ബേസോ അതുപോലെ തന്നെ ഫേസ് വാഷിൻ്റെ ബേസോ എല്ലാം തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ജെല്ലുകളൊക്കെ പലതരം ജെല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതുണ്ട് ഇതുപോലെ നമ്മൾ ഇതിന് മുകളിൽ ഇങ്ങനെ പത വരുന്നുണ്ടല്ലോ, അത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് മാറ്റി കളഞ്ഞാൽ മതി. റബ്ബിങ് ആൽക്കഹോളൊക്കെ ചേർക്കാം, പക്ഷേ അത് ഒത്തിരി സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴായിരിക്കും നല്ലത്. ഇതുപോലെ കുറച്ച് സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സോപ്പ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും, നല്ല കട്ടിയുണ്ട് സോപ്പിന്, അത്യാവശ്യം നല്ലതാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് ചേർത്തിട്ടുള്ളത്, നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതുണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനെ കട്ടിയുള്ള സാധനം ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് പീലറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചിരണ്ടിയിട്ട് കളയാം, അല്ലെങ്കിൽ നഖം വെച്ചിട്ട് ചെയ്യാം. പക്ഷേ നഖം വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേനും ആൾക്കാർക്ക് കൊടുക്കുമ്പോഴത്തേനും അത് ഇത്ര ഇതാവില്ല. പിന്നെ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഗ്ലൗസ് ഇടാനായിട്ട് പെട്ടെന്ന് ചെയ്യേണ്ടതുകൊണ്ട് മറന്നുപോയി. അതുകൊണ്ടാണ് പിന്നെ ഇനി വരുന്ന എല്ലാ വീഡിയോസിലും ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഇതുണ്ട്, 2-3 ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു നാൽപ്പാമരാതി കേരത്തിൻ്റെ തന്നെ കേട്ടോ. അതുകൊണ്ട് ഞാനിന്ന് പെട്ടെന്ന് ചെയ്ത് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഞാൻ ഇതിൽ വെയിറ്റ് ഒന്ന് നോക്കുകയാണ്. 80 ഗ്രാമിൻ്റെ സോപ്പാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ 80 ഗ്രാമിൻ്റെ സോപ്പാണെങ്കിൽ എപ്പോഴും നമ്മൾ കൂടുതൽ കൊടുക്കുക കേട്ടോ, കുറയില്ല കൂടുതൽ കൊടുക്കുക. അപ്പോൾ ആ കട്ട സോപ്പുകളാണ് ഞാൻ കൊടുക്കുന്നത്, അതായത് റെക്റ്റാങ്കിൾ ഷേപ്പിലെ സോപ്പുകൾ മാത്രമാണ് കൊടുക്കുന്നത്. ഒരു ഓവൽ ഷേപ്പിൽ എനിക്ക് വീട്ടിൽ കുഞ്ഞിനെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു. അപ്പോൾ ഇതുണ്ടോ നല്ല എല്ലാ സോപ്പും 90, പിന്നെ 86 ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. 90 3 സോപ്പും 90 കൂടുതലാണ് വന്നിട്ടുള്ളത്. കുഞ്ഞ് സോപ്പുകളുണ്ടല്ലോ ഓവൽ ഷേപ്പ്, അതെല്ലാം 70 ഗ്രാമിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലൊക്കെ നിങ്ങൾക്കും വീട്ടിലിരുന്ന് സോപ്പുകളൊക്കെ ഉണ്ടാക്കാമെന്നാണ്. അതിനുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തരാം. അപ്പം ഞാൻ ഇതുണ്ട് ഇതുപോലൊക്കെ പേപ്പർ വെച്ചിട്ട് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് കവർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, നല്ലതായിട്ട് അതിൻ്റെ ഗുണങ്ങളോ സത്തുക്കളോ ഒന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സ്മെല്ലുകളൊക്കെ പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഈ ഒരു ക്ലിംഗ് റാപ്പ് നല്ല കട്ടിയുള്ള സൈസാണ് കേട്ടോ. കട്ടി കുറഞ്ഞ ടൈപ്പും ഉണ്ട്. അപ്പോൾ കട്ടിയുള്ള ടൈപ്പാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും, ഗ്ലേസിങ് ഒക്കെ ഉണ്ടായിരിക്കും.